ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോഫി സമോസയുടെ റെസിപ്പി നോക്കാം. അതിനായി ആദ്യം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. നന്നായിട്ടിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് അതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം പകുതി സവാള ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടിയൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഒന്ന് പരത്തിയിട്ടെടുക്കണം. ഇതിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അതിനായി ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. എല്ലാം ഇവിടെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്തതിന് ശേഷം അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഫില്ലിങ്സാണ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. 2 സൈഡും മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ 2 അറ്റത്തും ഇതുപോലെ നന്നായിട്ട് തന്നെ വിരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഈ മിഠായിയുടെയൊക്കെ ഷേപ്പിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ടെടുക്കണം. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം റെഡിയാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ 2 വശവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി